അവ രണ്ടും കൂടെ അങ്ങ് അടുത്താൽ വിസ്താരവും ക്രാസും റീയും ഹിയറിങ്ങും വിധിയും കഴിയാതെ പിരിയയില്ല. എടി, നീ എന്റെ കൂടെ വരാതെ വേറെ എവിടെയാ പോയത്? വീട്ടിൽ പോയി. നീ മറ്റാരും കണ്ടില്ലേ? ഇല്ല. ബാബുനെ കണ്ടില്ലേ? അയ്യോ ഇല്ല. എടി, എനിക്കറിയാം നീ ബാബുനെ കാണാനാണ് എന്റെ കൂടെ വരാതെ പോയതെന്ന്. അല്ലടി, ഞാൻ പോകുന്ന വഴിക്ക് ബാബുനെ കണ്ടെന്നേ ഉള്ളൂ. എന്റെ കള്ളം ഞാൻ പൊട്ടിച്ചേ. അല്ല ഡ്രൈവറെ, അല്ല ഡ്രൈവർ സാറേ, ഈ കാരയിലാണോ നമ്മുടെ പിള്ളേച്ചൻ കച്ചേരി ഇങ്ങോട്ട് വന്നത്? സിവിൽ കേസ് കുഴപ്പം വന്നാൽ തന്നെ എന്തോ വരാനാ? വേറെ ഏതൊക്കെ വകുപ്പുകൾ കിടക്കുന്നു, എത്ര കോടതികൾ കിടക്കുന്നു. ഒരു പുരുഷായുസ് കൊണ്ട് വല്ലതും ഒരു വിധിച്ചിരിപ്പുണ്ടാവോ ചേട്ടാ? നല്ല പണിയാണല്ലോ പിള്ളേച്ചായി ചെയ്തത്. കർത്താവ് രാവിലെ മുതലേ എന്നെ കച്ചേരിയിലും കോടതി തിന്നേലും വക്കീലാഫീസും ഒക്കെ ആയിട്ട് നടത്തി വെച്ചു കൊടുക്കും. ഒന്നും മിണ്ടാതെ കച്ചേരിയിൽ നിന്ന് കാറെ കയറി പോവുകയും ചെയ്തു. അന്തോണിച്ച, ഇയാളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം. ഇന്നൊന്നും നടക്കത്തില്ലെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയണ്ട. ഞാൻ ജോലിയും മെനക്കെടുത്ത് ഇവിടെ നിൽക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇയാളുടെ ഒരാളുടെ കേസ് മാത്രമാണോ ഉള്ളത്? അന്തോണിച്ച, വക്കീൽ അദ്ദേഹത്തിനോട് കോടതിക്കകത്ത് വെച്ച് തന്നെ ഇയാളുടെ കേസിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ചെലവിന്റേതായ എനാം പ്രതി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. തന്നിട്ട് പൊയ്ക്കോ. മിസ്റ്റർ ഗുമസ്തൻ, എനിക്ക് കോടതി കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് എന്റെ കേസിന്റെ കാര്യങ്ങൾ നിങ്ങളെയും അച്യുതൻ നായരെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ വിധിയായി നടത്തു കയറ്റിയിട്ടുമായി കഴിഞ്ഞാ വേറെ വകുപ്പ് കിടക്കുന്നു. എടോ അന്തോണിച്ച, 10 പൈസക്ക് വീഡിയോ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യ വ്യവഹാരം കൊടുക്കണം. ഒരു തീപ്പെട്ടിയും കൂടെ. പറയാം, ഞാനങ്ങ് വരാം. എടോ അന്തോണിച്ച, കാശും കൂടി കൊണ്ടുപോ. ഒരു സാധനം കൂടി വാങ്ങാനുണ്ട്. ഒരു വസ്തുവാമോനും കൊടുത്ത് മേനോൻ സാരെ ഒന്ന് വിസ്തരിക്കാൻ കമ്മീഷൻ പടി ഒടുക്കിക്കളയാ. അത് മുമ്പൊരിക്കൽ ഒടിക്കതല്ലേ? അത് തല്ലിയല്ലോ. എന്തുവാന്നാ വാങ്ങിക്കണ്ടേ? കൊച്ചിന് നാരണക്ക് പഴവും കൂടി വാങ്ങണം. ഞാൻ കാർ എഴുതിയിട്ടിരുന്നല്ലോ. കാർഡ് എനിക്ക് കിട്ടിയില്ല. പറയാം, വിസ്തരിച്ച് പറയാം. ഞാൻ വീട്ടിലോട്ട് വന്നേക്കാം. എടോ ഒന്ന് മുറുക്കാനും കൂടെ. സിഗരറ്റ് വലിക്കണ്ടായോ? ഒരു സിഗരറ്റും കൂടെ. ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, പുകവലി നിർത്തി. വാദരോഗത്തിന് പുകവലി ചീത്തയാകും. എനിക്ക് വാദരോഗമല്ല, ഹാർട്ടിലല്ലേ രോഗം. 2ാമത്തെ അറ്റാക്കും കഴിഞ്ഞു. പിന്നെ ഏത് നിമിഷവും മരണം സംഭവിക്കാം. അപ്പീലില്ലാത്ത എക്സ്പാർട്ടി വിധിയാകുന്നു. എന്റെ ഭാര്യ മരിച്ചപ്പോഴാണ് ആദ്യമായി എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ആ കൊല്ലം തന്നെയാണ് എന്റെ മകൻ മരിച്ചത്. വിഷമം നിറഞ്ഞ ഒരു കൊല്ലം എനിക്ക് നൽകുന്നതിൽ ദൈവം ഒട്ടും പിശുക്ക് കാണിച്ചില്ല. കഷ്ടകാലം അങ്ങ് തുടങ്ങിയാൽ വരുന്നതെല്ലാം ആപത്തായിരിക്കും. 2 കൊല്ലം മുമ്പ് വരെ അച്യുതൻ നായർ വക്കീൽ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? ഞാൻ ചെന്ന് കൂടിയപ്പോൾ സംഗതി തിരിഞ്ഞു. ഞാൻ എന്നെപ്പറ്റി പറയുന്നത് കൂടി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമാക്കി എടുക്കാതിരിക്കുന്നല്ലേ ശരി? അല്ലേ ശരി. എന്റെ കേസിന്റെ കാര്യം ഒഴിച്ചാൽ എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വിജയം മാത്രമല്ലേ ഉള്ളൂ. 400ഓളം രൂപ വാടക കിട്ടുന്ന വസ്തുക്കളും കെട്ടിടങ്ങളും എനിക്കുണ്ട്. ഈ കൊല്ലം അവൾ BA പാസ്സാണ്. അത് കഴിഞ്ഞാൽ അവൾക്കൊരു വിവാഹം വേണം. അതെന്റെ പ്രശ്നമല്ല. അവൾക്ക് ആരെ ഇഷ്ടപ്പെടുന്നുവോ അയാളെ തന്നെ അവൾ വിവാഹം ചെയ്യട്ടെ. പെണ്ണിന്റെ മുഖം വിളരി വെളുത്തു പോയല്ലോ. എടി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നും പറയില്ലേ? നീ തന്നെ പറഞ്ഞോളൂ, ഞാനങ്ങ് പോയേക്കാം. എടി വത്സരേ, വളരെ ശ്രദ്ധിച്ചു വായിക്കാണ്. പാവം, ഏതാണ്ട് രസമുള്ള ഭാഗം വായിക്കാണ്. ഏയ്, ചിരിക്കുന്നുമുണ്ട്. പിന്നെ ഇവൾക്ക് മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു.
മിസ്റ്റർ ബാബു എന്നും കൃത്യമായി പാർക്കിൽ വരുന്നുണ്ടെന്നാണ് അറിവ്. എന്ത് വേണം അറിഞ്ഞിട്ട്? അല്ല, വിജയുടെ അച്ഛൻ എന്നും കൃത്യമായി പാർക്കിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഹാർട്ട് ഡിസീസ് ആണ്. ഇവളും കൂടെ വരും. രോഗം ഹാർട്ടിന് തന്നെ. ബാബുവും വരുന്നുണ്ടെന്നാണ് അറിവ്. ചേടാ, എല്ലാവർക്കും ഹൃദയത്തിനാണ് സുഖക്കേട്. വത്സലയ്ക്കെന്നാണ് ഹൃദയത്തിന് രോഗം ബാധിച്ച വിജയ പാർക്കിൽ വരാൻ തുടങ്ങിയിരിക്കുന്നല്ലോ. എനിക്ക് രോഗം വന്നാൽ ഉടനെ ഞാൻ ചികിത്സിക്കും. ഇവളമാരി ഒളിച്ചൊന്നും വെക്കത്തില്ല. കൊച്ചു മിടുക്കി. ശ്രീധരൻ നായരല്ലോ കേസ് കൊടുത്തത്, ശാന്തമ്മയല്ലേ? ശാന്തമ്മ അയാളുടെ സ്വത്തുക്കളുടെ ഏക അവകാശിയല്ലേ? എനിക്കിപ്പോൾ വേറെ സ്വത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. ഞാൻ മൈനറായിരുന്ന കാലത്ത് മരുമക്കത്തായ നിയമപ്രകാരം കുടുംബ സ്വത്തിൽ എനിക്ക് അവകാശപ്പെട്ടതും എന്റെ മാതാവായ രണ്ടാം പ്രതി ഗൗരിക്കുട്ടിയമ്മ, ശങ്കരിയമ്മ വിലയാധാരം കൊടുത്തതുമായ വസ്തുക്കൾ അന്യായക്കാരിയായി എനിക്ക് കിട്ടേണ്ടതുമാവുന്നു. സത്യം എന്താണ് കൊച്ചുകുട്ടമ്പിള്ളേ? എനിക്കതറിയാൻ വയ്യ. എനിക്കിപ്പോൾ 18 വയസ്സേ ഉള്ളൂ. എന്നെ ആരെങ്കിലും ആണുങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് പോകേണ്ടതും ഞാൻ പ്രസവിക്കുന്നതായിരിക്കുന്ന സന്താനങ്ങൾക്ക് ജീവിതത്തിന് വേണ്ടിയുള്ളതുമാവുന്ന പട്ടിക വസ്തുക്കൾ. ആ പെൺകുട്ടിയുടെ പേരിലല്ലേ ആ വ്യവസായശാല? എന്റെ പേരിലല്ല. എന്റെ അച്ഛന് ശാന്ത എന്ന പേരുള്ള ഒരു രഹസ്യ ഭാര്യയുണ്ട്. അവരുടെ പേരിലായിരിക്കും ശാന്ത ഇൻഡസ്ട്രീസ്. സത്യത്തെ ഇത്രത്തോളം വികൃതപ്പെടുത്തിയാണ് കേസുകൾ വാദിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ സത്യവും ധർമ്മവും വിട്ട് ഒരിക്കലും ജീവിക്കില്ല. നീ കുറച്ചു നേരം സ്വസ്ഥമായിരിക്കും. പുള്ളേച്ച, പഴം, സിഗരറ്റ്. ഈ പ്രിഫറൻസ് ഇങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് താൻ പൊയ്ക്കും. കർത്താവേ, എന്റെ കാല്, എന്റെ പോട. ഈശോയെ, എന്റെ കോട. ഈ കുറിപ്പേട്ടും പടിയുണ്ടോ? തന്നേറ്റും പോ. ഈ കുറിപ്പേട്ടും പടിയുള്ളൂ, തന്നേറ്റും പോ. ഇതൊന്ന് വായിച്ചാട്ടെ പിള്ളാച്ച. വക്കാലത്ത് 5 രൂപ, കടലാസ് 1/2 രൂപ, സ്റ്റാമ്പ് 3 രൂപ, പിറവക 4 രൂപ. എന്തോന്നാ പിള്ളേച്ച ഈ പിറവാക? ഞാനിതുവരെയും കോടതി വരാതെ പോലും പോയിട്ടില്ലേടോ. പിറവക അറിയാൻ വയ്യായോ? എടോ, കോടതിക്കകത്തും പുറത്തും ശിവായി, കശപിശ, 8 അണ, 1 രൂപ എല്ലാം ചെലവുണ്ട്. ഞാൻ 4 രൂപ എഴുതിയിട്ടുള്ളൂ. ചിലപ്പോ 4 അണ 8 അണ എന്റെ കയ്യിൽ നിന്ന് ചെലവോ. അത് വലിയ കാര്യമൊന്നുമില്ല. പിറവക 4 രൂപ, ഒത്തു നോക്ക് 2 രൂപ. ഒത്തു നോക്ക് 2 രൂപ. അത് വേണ്ട. അങ്ങനെ ഒത്തു നോക്ക് 2 രൂപ വാങ്ങണ്ട. ഒത്തു നോക്ക് 1.25 രൂപ വാങ്ങിയാൽ മതി. അത് മതി. പോരാത്തത് ഞാൻ തന്നോളാം. ഒത്തു നോക്ക് 1.25 രൂപ. ഒത്തു നോക്ക് 1.25 രൂപ. തങ്കം ഫീസ് 1 രൂപ. ചീച്ചി 3 രൂപ. എടോ, ചീച്ചി, ചീ ചില്ലറ, ചീ ചെലവ്, ചീച്ചി ചില്ലറ ചെലവ്, ചില്ലറ ചെലവ് 3 രൂപ. അനാമത്തെ 2 രൂപ. അനാമത്തെ ചെലവുണ്ടല്ലോ.